രാജസ്ഥാനിലെ ജയ്പൂരിൽ CJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം. CJP വക്താവ് അശുതോഷ് റാങ്കയ്ക്ക് നേരെ കല്ലേറ്. സംഭവം ബഗ്രൂസ് സർക്കാർ സ്കൂൾ ജീർണാവസ്ഥ പരിശോധിക്കാൻ എത്തിയപ്പോൾ അക്രമി സംഘം BJP പ്രവർത്തകരെന്ന് CJP. പോലീസ് സംരക്ഷണം ലഭിച്ചില്ലെന്നും CJP നേതാക്കൾ. ഫെമിന ചേരുകയാണ്. ഫെമിന, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഒക്കെ സ്കൂളുകൾ ഏതവസ്ഥയിലാണ് എന്നുള്ളത് ഇപ്പോൾ പുറം ലോകം അറിയുകയാണ്. CJPയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരും ഒക്കെ സ്കൂളുകളിലെത്തുമ്പോൾ അതിദയനീയമായ കാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മേൽക്കൂരയില്ലാത്ത, ടോയ്ലറ്റ് ഇല്ലാത്ത, നന്നായിട്ടിരിക്കാൻ ഒരു ബെഞ്ചില്ലാത്ത, ഡെസ്ക് ഇല്ലാത്ത സ്കൂളുകളാണ് ഉത്തരേന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ സർക്കാർ സ്കൂളുകളൊക്കെയും. ഇപ്പോൾ BJP ഭരിക്കുന്ന ജയ്പൂരിൽ BJPക്കാരെല്ലാവരും കൂടി ഈ CJPക്കെതിരായി അല്ലെങ്കിൽ അവിടെ എത്തിയ പ്രവർത്തകർക്കെതിരായി വലിയ പ്രതിഷേധം നടത്തുകയും അവരെ ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇപ്പോൾ CJP പ്രവർത്തകർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. CJP സ്കൂൾ ടേക്ക് കെയർ ഓഫ് ക്യാമ്പയിൻ എന്ന പേരിൽ സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ CJP ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് CJP വക്താവ് അശുതോഷ് റാങ്കയുടെ നേതൃത്വത്തിൽ ജയ്പൂരിലെ ബിഗ്രു സർക്കാർ സ്കൂളിന്റെ ജീർണാവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് CJP സംഘം എത്തിയത്. എന്നാൽ BJP അക്രമി സംഘം ഇത്തരത്തിൽ CJP പ്രവർത്തകരെ ആക്രമിക്കുകയായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ CJP പ്രവർത്തകർ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ പോലീസ് സംരക്ഷണം ഇവർക്കുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ BJP പ്രവർത്തകർ കൂട്ടമായി എത്തിക്കൊണ്ട് അശുതോഷ് റാങ്ക് അടക്കമുള്ളവരെ ആക്രമിക്കുകയായിരുന്നു. അശുതോഷ് റാങ്കിക്ക് നേരെ കല്ലേറുണ്ടായി. സ്ത്രീകൾ അടക്കമുള്ളവരെ മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ CJP പറയുന്നത്. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ രാജസ്ഥാൻ സർക്കാർ ഇത്തരത്തിൽ സ്കൂളുകളിൽ വീഡിയോ ദൃശ്യങ്ങൾ എടുക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് രാജസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ സർക്കാർ സ്കൂളുകളുടെ ജീർണാവസ്ഥ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് പല സർക്കാർ സ്കൂളുകളും രാജസ്ഥാനിലുള്ളത്. ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് CJP സംഘം ഇപ്പോൾ എത്തിയത്. അവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ രാജസ്ഥാനിലെ പ്രതിപക്ഷ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഈ ആക്രമിച്ച BJP പ്രവർത്തകർക്കെതിരെ കേസെടുക്കണമെന്നാണ് അശുതോഷ് റാങ്ക് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധം ആരംഭിക്കും എന്നും ഇപ്പോൾ അശുതോഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും CJP പ്രവർത്തകർക്ക് നേരെ ജയ്പൂരിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.